പുഷ്ടിപ്പൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. മട്ട അരി വറുത്തത് 1/2 കിലോ, മട്ട അവിൽ വറുത്തത് 1/2 കിലോ, നിലക്കടല 1/2 കിലോ, എള്ള് 1/4 കിലോ, ബദാം 100, കാഷ്നട്ട് 100, വാൾനട്ട് 100, ജാഗിരി പൗഡർ 1/2 കിലോ. എല്ലാ സാധനങ്ങളും വറുത്തിട്ട് ആറാൻ വെക്കണം. ഇനി നമുക്ക് ഓരോന്നായി പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തു. ഓരോന്നും വേറെ വേറെ പൊടിച്ചെടുത്തു. അതിനുശേഷം വീണ്ടും അത് നമ്മൾ ഒന്നും കൂടി പൊടിച്ചെടുത്തു. നമ്മൾ നല്ല ഉണങ്ങിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. നല്ല ഒരു തുള്ളി പോലും വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിയാക്കും. ഇതെല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കുക. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനം പുഷ്ടിപ്പൊടി. ഇനി നമ്മളെ പുഷ്ടിപ്പൊടി റെഡിയായി. നോക്കൂ, എത്ര കാണാൻ അത്ര ഭംഗിയുണ്ട്. ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ ഡപ്പയിലാക്കി ഒരു സ്പൂൺ ഇട്ട് വയ്ക്കുക. യാതൊരു കാരണവശാലും ഇത് എടുക്കുമ്പോൾ നന്നായി അടച്ച് വെക്കണം. ഉറുമ്പൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് കഴിക്കാൻ മാത്രം നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. ബാക്കി ഇത് നല്ലോണം അടച്ച് വയ്ക്കുക. ഇത് കേടൊന്നും വരികയില്ല. നമുക്ക് എടുത്ത് വയ്ക്കാം. കുറേ മാസങ്ങൾ വരെ എടുത്ത് വയ്ക്കാം, കേട് വരില്ല. ഉണങ്ങിയ സ്പൂൺ ഒരിക്കലും ഇതിലിടാൻ പാടില്ല. ഉണങ്ങിയ സ്പൂൺ തന്നെ ഇടണം. താങ്ക് യു.